അപ്പോൾ ഇന്നലെ നമ്മൾ പ്ലേറ്റഡ് സ്കേർട്ടിൻ്റെ ഫാബ്രിക് കാൽക്കുലേഷൻ എങ്ങനെ വരാമെന്ന് നോക്കി. ഇനി നമ്മൾ ആ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ് കേട്ടോ ഇത്. നമ്മൾ ഫാബ്രിക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ലെങ്ത്തും കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുത്ത പീസാണ്. ഇനി ഇതിൽ എങ്ങനെയാണ് പ്ലീറ്റ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് 1/2 ഇഞ്ച് ഗ്യാപ്പ് ആദ്യത്തിൽ നമ്മൾ വിടണം. അതിനുശേഷം ഓരോ ഇഞ്ച് വീതം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച്, അത് നമ്മുടെ തയ്യൽ തുമ്പിനും ലൂസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഓരോ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. കുറച്ച് പ്രാക്ടീസ് ആയവർക്കാണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാതെ തന്നെ അവർക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ 1 ഇഞ്ചല്ല 2 ഇഞ്ചിൽ വേണമെങ്കിൽ 2 ഇഞ്ചിലോ അല്ലെങ്കിൽ 1.5 ഇഞ്ചിലോ ഒക്കെ ആയിട്ട് ചെയ്യാം. കറക്റ്റ് ആവണം, എല്ലാ പ്ലീറ്റ്സും കറക്റ്റ് ആവണമെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് പിൻസാണ്. എന്നിട്ട് ഇതാ രണ്ടാമത്തെ ലൈനിൽ നിന്ന് പിന്നെ വരുന്ന മൂന്നാമത്തെ ലൈന്, ആദ്യത്തെ 1/2 ഇഞ്ച് വിട്ടിട്ട് വരുന്ന ലൈനിൽ നിന്ന് മൂന്നാമത്തെ ലൈനിലേക്ക് എന്നുള്ള രീതിയിൽ പ്ലീറ്റ്സ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് എടുത്ത് കൊടുക്കുമ്പോൾ ഒരു സെൻറ്ററിൽ വരുന്ന ഒരു മാർക്ക് ഉള്ളിലേക്ക് ഇൻവേർട്ടഡ് പ്ലീറ്റ് ആയിട്ട് പോവും. ബാക്കി വരുന്നത് ഇങ്ങനെയും വരും കേട്ടോ. അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനായി തോന്നുമെങ്കിലും ഇത് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ ഇഞ്ച് വിട്ടിട്ട് അടുത്ത ഇഞ്ചിലേക്ക് എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് പിന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗത്തും സെറ്റ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ അയൺ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ആ പ്ലീറ്റ്സൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് താഴ്ഭാഗത്തും നമ്മൾ ഒരേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ പിൻ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാബ്രിക് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കൂ. നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലീറ്റ്സൊക്കെ കറക്റ്റ് ഇതേപോലെ വെച്ച് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പിന്നീട് തയ്ച്ചതിന് ശേഷം അയൺ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇങ്ങനെ പ്ലീറ്റ്സ് അയൺ ചെയ്തതിന് ശേഷം നമ്മൾ തയ്ക്കുന്ന സമയത്തും നമുക്ക് വേണമെങ്കിൽ താഴ്ഭാഗത്തും ഒരു ലൂസായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് പോവാതെ, അതായത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് പ്ലീറ്റ്സിൻ്റെ മടക്കൊന്നും പോവാതെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 സൈഡും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ മുട്ട് സൂചി നമ്മൾ ഇരുന്നാലും മതി. ഇനി ഇതേപോലെ നമുക്ക് കറക്റ്റായി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ സൈഡ്